അടിച്ച മച്ചാമാരെ വന്ന് നിന്നപ്പോൾ തന്നെ ഒരു മീൻ അടിച്ചിട്ടാ. മച്ചാമാരെ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. നോക്കി അടുത്തൊരു നാടൻ അടിച്ചിട്ടുണ്ട്. ആ സൈഡിൽ നിറച്ച് പൊടി മീനൊക്കെ ഉണ്ട്. മീനൊക്കെ ആ സൈഡിലേക്ക് മാറിയിരിക്കാൻ തോന്നുന്നുണ്ട്. ആലിപ്പറേനാ വേണ്ടേ? പോയി അത് കിടിലം വരല് ഫുള്ളായിട്ടാണ്ട് ഫ്രോഗിനങ്ങോട്ട് എടുത്തോളാം കേട്ടാ. നോക്കിയാൽ വെച്ചാൽ ഫ്രോഗ് ഫുള്ളായിട്ടാണ്ട് എടുത്ത് നല്ല സൈസ് നാടൻ. നോക്കി കണ്ട കുഴപ്പമില്ലാത്തൊരു കിടിലം നാടനായിട്ടോ കിട്ടിയേക്കണേ. അത് സഞ്ചി കിട്ടിയിട്ട് അവിടെ തന്നെ അറിഞ്ഞു. മീനൊക്കെ സഞ്ചിയിലിട്ടിട്ടുണ്ട്. അവിടെ ആക്ടിവിറ്റി അങ്ങനെ ഇല്ല മച്ചന്മാർ. കാരണം എന്ന് വെച്ചാൽ ആക്ടിവിറ്റി ഓവറായിട്ടാണ് ഇവിടെ കളിക്കണില്ല. അങ്ങനെ കളിക്കണ്ടെങ്കിൽ നല്ല രീതിക്ക് മീൻ ഇപ്പോൾ കയറിയാണ്. കുറേ ഷട്ടപ്പെട്ട് എന്ന് പറഞ്ഞ് അടിച്ചടിച്ച് കയറിയാണ്. പക്ഷെ അതുപോലെ ഇല്ല. ഇടക്കുന്ന ഓരോന്നൊക്കെ പറയാനുള്ളൂ. അതുകൊണ്ട് നമുക്കിങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല മീൻ ഇപ്പടിക്കും എന്ന് പറഞ്ഞിട്ടേ. അതുകൊണ്ട് മീനെ പഠിക്കുന്നൊരു പ്രതീക്ഷയില്ല. കുറേ നേരം കാശുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല രീതിക്ക് മീൻ കയറ്റിക്കണ സ്ഥലങ്ങളാണ് ഇതൊക്കെ. അടിച്ചിട്ടാ മീനടിച്ച് ഫിഷ് ഓൺ. ഒരു മിനിറ്റ് വന്നതേ ഉള്ളൂ, അപ്പോഴേക്കും അടുത്തതടിച്ച്. അല്ല അത് ആ സൈസ് തന്നെയുള്ള ലേശം കുഴപ്പമില്ലാത്തൊരു നാടനാണ് കിട്ടിയേക്കണേ. ഇത് നോക്കി ആ ഫ്രോഗിന് അതുപോലെ തന്നെ ഫുള്ളിലേക്ക് എടുത്തിട്ടുണ്ട്. അതൊക്കെ സൈസ് നല്ലൊരു കുഴപ്പമില്ലാത്തൊരു നാടൻ. 1/2 കിലോ വരാൻ പറഞ്ഞ ഒരു നല്ല നാടനാണ് കിട്ടിയേക്കണേ. ആ ഉക്കപ്പാവണില്ല, മീൻ പറന്നു വേണ്ട മച്ചാവരെ. ചെറുതായിരുന്നു, ചെറിയ നാടനായിരുന്നു. അതാണ് ഉക്കപ്പെന്നാ പറഞ്ഞ. അടുത്ത കിട്ടാൻ നോക്കാം. ആ സ്പോട്ടിൽ നിന്ന് പോന്നിട്ട ഇത് വണ്ടി കൊണ്ടുപോയി കൊടുക്കണമായിരുന്നു. അപ്പം നേരത്തെ പോന്നു. പിന്നെ അവിടെ ആക്ടിവിറ്റിയും പിന്നെ കുറഞ്ഞു. അതുകൊണ്ട് പിന്നെ അധികം നേരം നിൽക്കാൻ തോന്നിയില്ല. ഒന്നാമത് ചെറിയ ആക്ടിവിറ്റി ഉണ്ടായുള്ളൂ. ഇവിടെ പൊടിമീൻ കളിക്കുന്നുണ്ട്. മീൻ അധികം വലിയ ചെറിയ ഐറ്റങ്ങളാണ് കേട്ടനായിരുന്നു. കുഞ്ഞു ഒരാളുകൾ കിടന്ന് കളിക്കണേ. മറയണ അങ്ങനെ കാണില്ല കേട്ടോ ഓവറായിട്ട്. നോക്കാം.
മീനിൻ്റെ കാര്യമാണ്, ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഏത് മുക്കിയത് മൂലയ്ക്കെന്നൊക്കെ അടിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ഓ പറഞ്ഞില്ലേ, മുക്കിയ മൂലയ്ക്കെന്ന് വന്ന് അടിക്കുന്നത് പറഞ്ഞില്ലാന്ന് പറഞ്ഞപ്പോൾ തന്നെ മീൻ കയറി അടിച്ച്. ചെറുതാർന്നൊക്കെ വാലമ്മ കയറി കടിച്ചേക്കണേ. വലിപ്പമുള്ളതൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഈ ഫ്രോഗ് കയറുള്ളൂ. ഞാൻ ഈ ഫ്രോഗ് യൂസ് ചെയ്യണം. അവിടെ നിന്ന് അടിച്ചിട്ടാ പുറകിലെന്തുണ്ടായിരുന്നു. അമ്പേ ബ്രാലി. അച്ഛൻ ഒരു സൈസ് മീനാണ്ട് അടിച്ചാണ്. ഒന്നരട്ടെ ഇങ്ങടി ചേട്ടേ ബ്രാലിട്ട് വന്നിട്ട് പോവും. അതാണ് ലിപ്പറേ. അല്ല ചൂണ്ട പിടിക്ക്, ഞാൻ ലിപ്പർ ചെയ്തോളാം. ഒട്ടും പ്രതീക്ഷിക്കാത്ത മീനടി. വീഡിയോ കിട്ടിയിട്ടുണ്ടാവോ? പൊക്കല്ലേ. ചെറിയ ഹുക്കപ്പാണ്. അച്ഛന്മാരെ കിട്ടില്ല സൈസ് നാടനായിട്ട് കിട്ടിയാണ്. എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സൈസ് നാടനെ ഞാൻ പറയും. ചേറാൻ്റെ അത്ര സൈസുള്ള കിട്ടില്ല നാടൻ. ഓ പല്ലൊക്കെ നോക്ക് എൻ്റെ പൊന്നി. എൻ്റെ മച്ച ഇത് നോക്ക് നിങ്ങ. ടോപ്പ് സാധനം. ഒരു 1 kg പ്ലസ് ഷുവർ ഷോട്ട്. ഇത് നോക്കിയ മച്ചന്മാരെ, ഇതിൻ്റെ വായിന്ന് പോയ മീനെ നോക്കിയത് എന്തോ കാര്യം എന്തൊക്കെയാണ് കഴിച്ചേക്കണേ. എൻ്റെ പൊന്നി, ഇതൊക്കെ എവിടെ ഇരുന്നാവോ? ലിപ്പറിട്ടിട്ടുണ്ട്. വേറെ കാര്യം എന്ന് വെച്ചാൽ ഹുക്കപ്പൂരാൻ പേടിയാണ്. വലിയോടെ മച്ചമ്മ മീനേ കരപ്പ ചെന്നിട്ട് നല്ല അടിപൊളിയായിട്ട് കാണിച്ചു തരാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കാണിക്കാമെന്ന് ചിലപ്പോൾ വെള്ളത്തിൽ മീൻ പോവും. കിട്ടിയ മീനെ വെള്ളത്തിൽ കൊണ്ടേ കളേണ്ട അവസ്ഥ. അപ്പോ കയറ ഒടുക്ക തനക്ക് കഴിഞ്ഞൂടാ അവിടെ നോക്കി. അപ്പോൾ അതെ ഇന്ന് കിട്ടിയ ഏറ്റവും വലിയ നാടനാണ് കേട്ടോ. ഇന്ന് കിട്ടിയതിൽ ഏറ്റവും വലിയ നാടനാണിത്. അതെ നല്ല കിട്ടിയില്ല സൈസ്, നല്ല തലവലിപ്പൊക്കെ നോക്കി നമ്മുടെ ചെറുമീൻ്റെ ആ ഒരു സൈസൊക്കെ വന്നാൽ നല്ലൊരു കിട്ടിയില്ല നാടനായിട്ട് ഇന്ന് കിട്ടിയേക്കണേ. ഇത്ര ഹെഡ് വലിപ്പം വന്നത് ആദ്യമായിട്ട് കിട്ടണേ കേട്ടോ. കിട്ടിയിട്ടുണ്ട് ഈ സൈസുള്ളതൊക്കെ, പക്ഷെ ഇത്രയും തലവലിപ്പം വന്നത് ആദ്യമായിട്ട് ഇട്ടേക്കണേ. അപ്പം പിന്നെ ഇന്ന് കിട്ടിയേക്കണ കുറച്ച് വരലൊക്കെ ടാങ്കിലേക്ക് ഇട്ട് ചാവണ്ടാന്ന് വെച്ച് നേരത്തെ തന്നെ കൊണ്ടിട്ട് അപ്പോൾ ഇതിപ്പോൾ കയറ്റിയേക്കുന്നതാണ് അടിപൊളി സാധനം. അപ്പോൾ അതെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.